കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി സ്നാക്സ് ആട്ടോ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മളങ്ങനെ ഷുഗറും ഓയിലും ഒന്നും ചേർക്കണമെന്നില്ല കേട്ടോ. അപ്പോൾ ഒരു ഹെൽത്തി ആയിട്ട് തന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി നല്ലൊരു സ്നാക്സാണ്. ഈ നേന്ത്രപ്പഴം കുട്ടികൾക്ക് കഴിക്കാനൊന്നും ഇഷ്ടമുണ്ടാവില്ല, പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും. അതിനായിട്ട് നമ്മൾ ചെയ്യണേ, ഒരു 3-4 നല്ല പോലെ പഴുത്ത പഴം എടുത്തിട്ട് നമ്മളൊന്ന് ആവി കയറ്റിയെടുക്കുന്നുണ്ട്. നാടൻ പഴം കേട്ടോ നമ്മൾ എടുത്തിരിക്കണം. അപ്പോൾ നല്ല മധുരവും ഉണ്ട്. അപ്പോൾ നമുക്ക് വേറെ ഷുഗറൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതൊന്ന് ആവി കയറ്റിയെടുക്കാം. നല്ലപോലെ ഒന്ന് വേവിച്ചെടുത്തിട്ട് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. അത് അവിടെ ഇരുന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാനുള്ള നട്ട്സുകളൊക്കെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ കുറച്ച് ക്യാഷ് എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് വറുത്തെടുക്കാം. ഞാനത് ബട്ടറിലാട്ടോ വറുത്തെടുക്കണേ. ഓയിലിൽ ചേർക്കേണ്ടതെന്ന് ചോദിച്ചാൽ കുട്ടികൾക്ക് കൊടുക്കേണ്ടതല്ല, അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ കൊടുക്കാം. അപ്പോൾ ഞാനത് ബട്ടറിലെടുക്കണേ. അത് നല്ലപോലെ സിമ്മിലിട്ടിട്ട് തന്നെ നമ്മളൊന്ന് വറുത്തെടുക്കണേ. ഇതുപോലെ ഒരു ബ്രൗൺ കളറായി കഴിയുമ്പോൾ നമുക്ക് ഇനി കിസ്മിസ് ആഡ് ചെയ്യാം. എന്നിട്ട് അതും കൂടി നല്ലപോലെ ഒന്ന് വറുത്തെടുക്കാം. കിസ്മിസ് പെട്ടെന്ന് റെഡി ആവുന്ന ഒരു ഐറ്റമാണ്. അപ്പോൾ അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണേ. പിന്നെ ഇതുപോലെ ഇങ്ങനെ പൊന്തി വരും. അപ്പോൾ നമുക്കതെടുത്ത് മാറ്റി വയ്ക്കാം. എല്ലാം നമുക്കൊന്ന് കോരി ഒന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ പഴം ഇപ്പോഴേക്കും ചൂടാറിയിട്ടുണ്ടാവും. നമുക്കിനി അതൊന്ന് സെറ്റാക്കി എടുക്കാം. ചൂട് അധികം ഒന്നും അറിയിട്ടില്ല, ഇത്തിരി ചെറു ചൂടുണ്ട്. അപ്പോൾ നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. സത്യത്തിൽ ഇതൊരു മലബാർ ഐറ്റം കേട്ടോ. എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആൾക്കാരും ഇത് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഉണ്ടാക്കിയവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ. തൊലിയെല്ലാം മാറ്റിയിട്ടുണ്ട്. നമുക്കിനി ആ പഴമൊക്കെ ഒന്ന് ഉടച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണേ. നമുക്കത് പരത്തിയിട്ട് നമുക്ക് ചുട്ടെടുക്കാനുള്ളത്. അപ്പോൾ നല്ലപോലെ നല്ല നൈസാവുന്ന രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കണേ. പിന്നെ ചിലവർ അതിൻ്റെ ഉള്ളിലത്തെ സാധനമൊക്കെ കളയും. ഞാനത് കളയാറില്ല കേട്ടോ. അപ്പം നമ്മളത് ഉടച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് തേങ്ങ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ 1 കപ്പ് തേങ്ങ എടുത്തിരിക്കണേ. നിങ്ങൾക്ക് വേണമെങ്കിൽ തേങ്ങ ഇപ്പം നമ്മൾ വറുത്തെടുത്തില്ലേ, അതിൻ്റെ കൂടെ വേണമെങ്കിൽ തേങ്ങ കൂടി ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. എനിക്ക് പക്ഷേ ആ പച്ച തേങ്ങയുടെ ടേസ്റ്റാണ് എനിക്കിഷ്ടം. അതുകൊണ്ട് ഞാൻ അങ്ങനെ ആഡ് ചെയ്യണം. ഇനി നമ്മൾ കാഷ്യും നമ്മൾ കിസ്മിസൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കെല്ലാം ഒന്ന് ഈ രീതിയിലൊന്ന് പരത്തിയെടുക്കണേ. നല്ല നല്ല രീതിയിലൊന്ന് വട്ടം വരത്തണം. വട്ടമല്ല, ഈ ഒരു ഷേപ്പിൽ, ഒരു ഓവൽ ഷേപ്പിൽ നമുക്ക് പരത്തിയെടുക്കാം. ഇനി ഇതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ തേങ്ങയും നമ്മൾ ഈ നട്ട്സ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ല പഴുത്ത പഴമാകുമ്പോൾ നമുക്കിങ്ങനെ ഷേപ്പാക്കി എടുത്ത് നമുക്കിങ്ങനെ ഉരുട്ടിയെടുക്കാൻ ഇത്തിരി പാടായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് അരിപ്പൊടി ചേർത്തോ. പിന്നെ എനിക്കിത് അരിപ്പൊടി ചേർക്കണ ആ ഒരു ടേസ്റ്റ് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് എനിക്കിങ്ങനെ ഈ ഒരു ടേസ്റ്റ് തന്നെ ഇഷ്ടം. അപ്പോൾ ഇതേപോലെ പരത്തി എടുത്തിട്ട് നമ്മളിങ്ങനെ 4 സൈഡിൽ നിന്നും ഇങ്ങനെ നമ്മൾ കൊടുക്കുക. ഫില്ലാവാത്ത ഭാഗം ഉണ്ടാവില്ലേ, അവിടെ നമുക്ക് കുറച്ചുകൂടി പഴം എക്സ്ട്രാ എടുത്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇത്തിരി പാടാണ്. നമ്മൾ 2-3 ചെയ്ത് വരുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് തോന്നും കേട്ടോ. കുറച്ച് ഞാനതിങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ഓവൽ ഷേപ്പിൽ നമുക്കിങ്ങനെ വട്ടത്തിൽ, അല്ല എന്താ പറയുക, ഓവൽ ഷേപ്പല്ലേ ഇത്, ഓവൽ ഷേപ്പിൽ തന്നെ ഈ ഒരു പരുവത്തിലാക്കി എടുക്കണം. ഇതാണ് അതിൻ്റെ ഒരു ഷേപ്പ്. എനിക്ക് ആദ്യം ഒന്നും ശരിയാവാറുണ്ടല്ലായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ഇതുപോലെ ചെയ്താട്ടോ എനിക്ക് ശരിയായ. ഒരു 2-3 ആകുമ്പോൾ നമുക്കൊരു ഏകദേശം ഐഡിയ കിട്ടും എങ്ങനെ ഷേപ്പ് ചെയ്തേന്നൊക്കെ. പിന്നെ എത്താത്ത ഭാഗത്ത് ഞാൻ പറഞ്ഞ പോലെ നമുക്ക് പഴം ഇങ്ങനെ എക്സ്ട്രാ ആഡ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നമുക്ക് ഈ ഒരു ഷേപ്പിൽ തന്നെ, നമുക്ക് ഈ ഷേപ്പിൽ തന്നെ ഒന്ന് റെഡി ആക്കി എടുക്കാം കേട്ടോ. ഇനി നമുക്ക് വേറെ ഒന്നുമില്ല, നമുക്ക് കുറച്ച് ഓയിലെടുത്ത് നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ടേസ്റ്റ് നമുക്ക് നേന്ത്രപ്പഴം, പുഴുങ്ങിയ പഴമൊക്കെ കഴിക്കുമ്പോൾ ചില കുട്ടികൾക്കൊന്നും ഇഷ്ടമാവില്ല. പക്ഷേ ഇങ്ങനെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് കൊടുത്ത് നോക്കുക. അപ്പോൾ അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുമായിരിക്കും. അപ്പോൾ എല്ലാം ഞാനൊന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് വറുത്ത് കോരിയെടുക്കാം കേട്ടോ. അപ്പം ഞാൻ അതിലേക്ക് നെയ്യാട്ടോ ആഡ് ചെയ്യണേ. നെയ്യ് ഭയങ്കര കട്ടയായിട്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാട്ടോ അതിൽ നിന്നുള്ള എടുത്തിരിക്കണേ. പിന്നെ അധികം ഞാൻ നെയ്യും ചേർക്കണില്ല, കുറച്ച് ചേർക്കാനേ ഉള്ളൂ. നമുക്ക് ആ ഒന്ന് വറുത്ത് കോരിയെടുക്കാൻ ഞാൻ മുങ്ങിക്കിടക്കണ രീതിയിലല്ല കേട്ടോ വറുത്ത് കോരിയെടുക്കണേ. അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം ഇടയ്ക്ക് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണേ, അല്ലെങ്കിൽ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. പിന്നെ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇത് നല്ല സിമ്മിൽ ഇട്ട് വെച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇടയ്ക്ക് തന്നെ ഞാൻ പറഞ്ഞ പോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണേ. പെട്ടെന്ന് കരിയും. അപ്പോൾ നമ്മൾ സിമ്മിൽ ഇട്ട് കൊടുക്കുകയും ചെയ്യണം. ഇടയ്ക്ക് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തിരിച്ചിട്ട് നമുക്കൊന്ന് മുരിച്ചെടുക്കാം കേട്ടോ. സാധാരണ ആളുകൾ ചെയ്യുമ്പോൾ നല്ലപോലെ എണ്ണയിൽ നമ്മൾ പഴംപൊരിയൊക്കെ കോരിയെടുക്കില്ലേ വെളിച്ചെണ്ണയിൽ, അങ്ങനെ മുങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കും കേട്ടോ ചെയ്യണം. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്നതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കൊടുക്കാൻ വേണ്ടിയാട്ടോ നമ്മൾ നെയ്യിൽ തന്നെ ചെയ്ത് കൊടുക്കണേ. ഇപ്പോൾ ഈ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്ക് അപ്പുറം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ഒരു പരുവാക്കി എടുത്താൽ മതി എല്ലാ സൈഡും. ഇത്തിരി പാടാണ്, നമ്മൾ ഓയിൽ ഒഴിക്കാത്തതുകൊണ്ട് കുറച്ച് പാട് ഇട്ടുണ്ടാവും. തിരിച്ചിട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ രീതിയിൽ നമുക്ക് എല്ലാം റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നോക്കൂ,
ഇത്തിരി മൂക്കണ കുറച്ചും കൂടി മൂപ്പ് കൂടിയ ടേസ്റ്റിലാണ് എനിക്കിഷ്ടം. പിന്നെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് പിള്ളേർക്ക് വേണ്ടി നമുക്ക് കുറച്ച് തേങ്ങയും കുറച്ച് നട്ട്സും നമ്മൾ എടുത്ത് വെച്ച നട്ട്സിൻ്റെ കുറച്ചൊക്കെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് പിള്ളേർ കാണുമ്പോൾ ഒരു ഇഷ്ടം തോന്നണമല്ലോ. അപ്പോൾ അതുപോലെ ചെയ്ത് കൊടുക്കാം. അപ്പോൾ അവർക്ക് കാണുമ്പോൾ തന്നെ ഒരു വാവ് എന്നുള്ളൊരു ഫീൽ തോന്നി കഴിയുമ്പോൾ തന്നെ അവർക്ക് ഇഷ്ടപ്പെടും, കഴിക്കാനും ഇഷ്ടമാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് ചെയ്തിട്ട് എൻ്റെ അടുത്ത് എന്തായാലും കമൻറ്റ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.